ഏതായാലും നമ്മളെ ആലപ്പുഴ ബീച്ചിൽ നിന്ന് ചേട്ടന്റെ പേര് കൂടി ചോദിക്കാം. പേര് എങ്ങനെയാണ്? ഉദയൻ. എല്ലാ ദിവസവും രാവിലെ നടക്കാനെത്തുന്നതാണ്. എങ്ങനെയുണ്ട് ഈ ആലപ്പുഴയിലെ രാഷ്ട്രീയ കാലാവസ്ഥ? ആലപ്പുഴയുടെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിച്ചിട്ട് നീണ്ട് സംസാരിക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് 19 എംപിമാരെ അയച്ചത്. രാഷ്ട്രീയമായിട്ട് പറയല്ല. അപ്പോൾ കേരളത്തിന്റെ കാര്യം എന്തോ ദോഷം വരുന്നു അതാണ് പാർലമെന്റിൽ സംസാരിച്ചിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവിടുന്ന് 19 പേര് പോയതും ഇന്ത്യയുടെ കാര്യമാണ് അവരെ രാഷ്ട്രീയമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ പരാജയമല്ലേ. കേരളത്തിൽ നിന്ന് 19 എംപിമാരെ വിട്ടില്ലേ? ഈ 19 പേര് കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് സംസാരിച്ചു? ഇവിടുത്തെ ജനത്തിനെയാണ് നമ്മൾ ജനമാണ് ഇവരെ അയച്ചത്, കേരളത്തിന്റെ ജനമാണ്. ചേട്ടൻ പറയുന്നത് ഈ 19 പേരും ചെയ്തില്ല, ഒരാളാണ് ചെയ്തത്. അല്ല, അത് ഞാൻ പറയുന്നില്ല. അത് അവർ ചെയ്തോ ചെയ്തില്ല എന്നുള്ള കാര്യം. ഇവിടെ ഒരു കേരള ഗവൺമെന്റ് ചരിത്രത്തിൽ, ഇന്ത്യ ഗവൺമെന്റ് ചരിത്രത്തിൽ അവിടെ പോയി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ അവിടെയെങ്കിലും സഹകരിക്കണ്ടേ? ഇവിടെ കേരളത്തിന്റെ ആൾക്കാർ ഇവിടെ ഒന്ന് സമരം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? തിരക്കാൻ ചെല്ലാൻ പറ്റില്ല. അത് ഇവിടുത്തെ കേരളത്തിലെ ജനം ചോദിക്കും. അത് രാഷ്ട്രീയമാണോ? അല്ലേ, പറ. അത് തന്നെ രാഷ്ട്രീയം. എന്തായാലും കേരളത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക വിഹിതം നഷ്ടപ്പെട്ടപ്പോൾ അതിനുവേണ്ടിയുള്ള പോരാട്ടമൊക്കെ കേരള സർക്കാർ നയിക്കുമ്പോൾ കേരളത്തിലെ എംപിമാർ ആ തരത്തിലേക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി കൂടിയാണ് ഉന്നയിക്കുന്നത്. നമുക്ക് മറ്റൊരു ആളുകൂടി വരുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തോടുകൂടി ചോദിക്കാം. പേരെങ്ങനെയാണ്? സോമൻ. സ്ഥിരമായി ഇവിടെ രാവിലെ എത്തുന്ന ആളാണ്. എങ്ങനെ നടക്കാൻ വേണ്ടി എത്തുന്നതാണോ അതോ? നടക്കാൻ വേണ്ടി. ശരി. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയാവസ്ഥ? രാഷ്ട്രീയാവസ്ഥ ഇപ്പോഴത്തെ LDFന്റെ ഒരു അനുകൂലമായ ഘടകമായിരുന്നല്ലോ ഇവിടെ നിൽക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ KC വേണുഗോപാൽ വന്നതോടുകൂടി അങ്ങനെ ചിത്രം മാറി? ചിത്രം ഒന്നും മാറിയിട്ടൊന്നുമില്ല. അത് പഴയ നേരത്തെ ഉണ്ടായിരുന്ന KC വേണുഗോപാൽ ഇവിടെ എന്തെങ്കിലും ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കേണ്ടതാണ്. KC വേണുഗോപാൽ എത്രയോ പ്രാവശ്യം ഇവിടുന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോയടാ, ഒരിക്കലും ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് കണ്ടില്ല മുഴുവൻ പ്രാവശ്യം. ശരി. അപ്പം ആലപ്പുഴയ്ക്ക് വേണ്ടി കാര്യമായ ഒന്നും KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്നാലും ഇവിടെ രാവിലെ നടത്തയ്ക്ക് വേണ്ടി എത്തിയ വേറെയും ചില ആളുകൾ കൂടിയുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥ? പൊളിറ്റിക്കൽ കാലാവസ്ഥ കുഴപ്പമില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ. എന്നാലും ആർക്കനുകൂലമായിട്ടായിരിക്കും ഈ ചൂട് വരുന്നത്? LDFന് അനുകൂലമായിട്ടാണെന്നുള്ളതാണ്. LDF വരണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ദേശീയ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചേട്ടൻ LDFന്റെ പ്രവർത്തനമാണോ? അല്ല, പ്രവർത്തനമൊന്നുമല്ല. ഒരു ദേശീയ കാഴ്ചപ്പാടിൽ ഇപ്പോൾ LDF ആണ് ഇവിടെ വരേണ്ടതെന്നുള്ള ഒരു ഇതുണ്ട്, ലക്ഷ്യമുണ്ട് നമുക്ക്. അത് മാത്രമേ ഉള്ളൂ. ശരി. എന്തായാലും അദ്ദേഹത്തിനും LDF ഇവിടെ വരണം, LDF വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവെക്കുന്നത്. എന്തായാലും രഞ്ജിത്തെ, ഇവിടെ ഒരു ഈ മത്സരം ആളുകളൊക്കെ മുമ്പ് MP ആയിരുന്ന, നിലവിൽ MP ആയിരുന്ന ഒരാൾ, മുമ്പ് MP ആയിരുന്ന ഒരാൾ, അങ്ങനെ ഈ രണ്ടുപേരുടെ തമ്മിൽ ഈ MPമാരുടെ ആയിരുന്ന കാലത്തുണ്ടായ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ചകളിൽ കൂടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതെങ്ങനെയാണ് സാറിനെ കാണുന്നത്? അതിനകത്തൊരു ഇത് എല്ലാവരും അസസ് ചെയ്യാൻ എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ ഒഴിച്ച് ബാക്കി വന്നിട്ടുള്ള ആളുകൾ ആരും ഇവിടെ പുതുമുഖങ്ങളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും അസസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. സ്വാഭാവികമായും ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ച് കേട്ട പ്രതികരണമാണെങ്കിലും AM ആരിഫിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഇവിടെ ഒരു നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആളുകൾ പറഞ്ഞു കേട്ടില്ലേ, ദേശീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഈ പറഞ്ഞ CA അടക്കമുള്ള വിഷയങ്ങളും ഇവിടെ വലിയ ചർച്ചയാവുകയും അത് വോട്ടിന്റെ ഏകീകരണത്തിലേക്ക് പോകുമോ എന്നുള്ള സൂചനകളും ഒക്കെ ഉണ്ട്, അല്ലേ കിരൺ? സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ വലിയൊരു ന്യൂനപക്ഷ ഏകീകരണമുണ്ട്. അതാണ് എനിക്കൊന്ന് 20 മണ്ഡലങ്ങളിലും UDFന് വലിയൊരു തരംഗമായി മാറിയത്. അത് ഇത്തവണ ഈ CAയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിനാണോ വലതുപക്ഷത്തിനാണോ കോൺഗ്രസിനാണോ LDFനാണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതെന്താണ് ഈ ജനത്തിന്റെ മനസ്സിലെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഈ ന്യൂനപക്ഷ ഏകീകരണം കേരളത്തിൽ വലിയൊരു ഘടകമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതെങ്ങനെ വർക്ക് ചെയ്യും? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് LDFന് അനുകൂലമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് വളരെ പ്രധാനമായും UDFന് അനുകൂലമായി വന്നു. ആ സാഹചര്യം വളരെ അവരുടെ ആ കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. ആ തരത്തിലുള്ള ഏകീകരണം ഇത്തവണ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കിരൺ, ഈ ആലപ്പുഴയിലടക്കം സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും BJP പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ നിർണായകമായ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടാണ് എന്നുള്ളതും, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞാൻ കാണുന്നത് ഈ മൂന്ന് മുന്നണികളുടെ
മുന്നണികളുടെയും വോട്ട് വളരെ കൃത്യമായി അവർക്ക് തന്നെ വീഴാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ പിന്നെ ക്രോസ് വോട്ടിങ്ങോ വോട്ട് മറിക്കലോ ഒക്കെ വളരെ ചെറുതായിരിക്കും. അത് എന്താണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ മണ്ഡലങ്ങളിലെയും കേരളത്തിലെ ശക്തി എന്ന് വെളിവാക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുന്നു. പ്രത്യേകിച്ച് BJP ഇത്രയധികം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയ പശ്ചാത്തലത്തിൽ എന്ന് കരുതുന്നു. ശരണ്യ, അപ്പോൾ ഈ ആലപ്പുഴയെ സംബന്ധിച്ച് ഈ ഒരു ത്രികോണ പോരാട്ടം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ വന്നത് ശോഭാ സുരേന്ദ്രൻ എത്തിയതുകൊണ്ടാണ്. ഇപ്പോഴും പറയാറായിട്ടില്ല. എന്നാലും ആ തരത്തിലേക്ക് ഒരു പോരാട്ടത്തിന് ഒരു ശക്തി വന്നത്, മത്സരത്തിന് കാഴ്ച വന്നത് ശോഭാ സുരേന്ദ്രൻ. ഈ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോഴത്തെ ഒരു നമുക്ക് പൂർണ്ണമായും വിലയിരുത്താനൊന്നും കഴിയില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അത് കൂടുതൽ ഗുണമാകുക KC വേണുഗോപാലിനാണോ AM ആരിഫിനാണോ? തീർച്ചയായിട്ടും AM ആരിഫിനായിരിക്കും എന്നുള്ളതാണ് ഒരു അസസ്മെന്റ്. അത് തന്നെയാണ് CPM-ന്റെയും കണക്കുകൂട്ടൽ. അതായത് ശോഭാ സുരേന്ദ്രൻ പരമാവധി വോട്ടുകൾ ഇപ്പോൾ CA അടക്കമുള്ള വിഷയങ്ങൾ, പൌരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ വന്നതോടുകൂടി അത് ഇടതുപക്ഷത്തിന് വോട്ടായി മാറ്റാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷ ഇടതുപക്ഷ ക്യാമ്പുകളിലുണ്ട് എന്നുള്ളതാണ്. അവർ പ്രധാനമായും പ്രചരണ ആയുധമായി എടുക്കുന്നതും ആ CA അടക്കമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി വരുന്നു, മറ്റിടങ്ങളിൽ രണ്ടിടത്തേക്ക് വോട്ട് ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം അത് CPM-ന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആലപ്പുഴയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മറിച്ച് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ശക്തിയായ ഒരു സ്ഥാനാർത്ഥി, ഒരു എതിർ സ്ഥാനാർത്ഥി വരുമ്പോൾ ത്രികോണ മത്സരമെന്ന് ആലപ്പുഴയെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഒരു മത്സരം കാഴ്ചവെക്കുന്ന, ഒരു വലിവുണ്ടാക്കാൻ കഴിയുന്ന, വിജയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് BJP സ്ഥാനാർത്ഥി എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് BJP പിടിക്കുന്ന വോട്ടുകൾ ചിലപ്പോ ഇവർ രണ്ടുപേരുടെയും വിജയത്തെ ബാധിച്ചേക്കാം. കഴിഞ്ഞ തവണ 1,87,000 വോട്ട് BJP പിടിച്ചു അല്ലെ? BJP പിടിച്ചപ്പോൾ പക്ഷേ ജയം മറ്റ് മണ്ഡലങ്ങളെക്കാൾ പ്രധാനമായും LDF-നൊപ്പമായിരുന്നു ആലപ്പുഴയിൽ. അതെ, BJP പിടിച്ച വോട്ടുകൾ ഒരുപക്ഷെ LDF-ന്റെ വോട്ടുകൾ അങ്ങനെ അധികമായി BJPക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെടാനുള്ള വോട്ടുകൾ കോൺഗ്രസിന്റേതാണ് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും KC വേണുഗോപാലിന് ആലപ്പുഴയുമായുള്ള ഒരു ബന്ധം നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം വ്യക്തിപരമായി തന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണ ഈ പറയുന്ന ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നുമില്ലാതെ അതിനൊക്കെ വ്യക്തിപരമായി വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരാളാണ് KC വേണുഗോപാൽ. മാത്രമല്ല ഈ ദേശീയ രാഷ്ട്രീയത്തിലാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ BJPക്കെതിരെയുള്ള ഒരു മൂവാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ KC വേണുഗോപാലിനെ പോലെ ഒരാളെ ജയിപ്പിക്കണം, കോൺഗ്രസിന്റെ ദേശീയ മുഖത്ത് ജയിപ്പിക്കണം എന്നുള്ള തോന്നൽ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാവും. അത് സ്വാഭാവികമായും തന്നെ അങ്ങനെ വരാൻ സാധ്യതയുള്ളതാണ്. പൊളിറ്റിക്കൽ ഇലക്ഷൻ അപ്പുറത്തേക്ക് KCക്ക് ഒരു വ്യക്തിബന്ധം ആലപ്പുഴയിലുണ്ട്. അത് ഒരു വലിയ ഘടകം തന്നെയാണ്. കാരണം ഇപ്പോ കമ്പാരിറ്റീവ്ലി സ്ഥാനാർത്ഥികളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ആളുകളുമായി കുറെ കൂടെ വ്യക്തിബന്ധം സൂക്ഷിക്കുകയും അത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു KCക്ക് ഒരു ബന്ധമുണ്ട് ആലപ്പുഴയിൽ. ഈ കണ്ണൂരുകാരനാണെങ്കിലും ആലപ്പുഴയിൽ KCക്ക് ഇപ്പോ കണ്ണൂരുകാരൻ എന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടുത്തെ MLA ദീർഘകാല MLA ആയിരുന്നു. എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് എത്തുന്നത് അദ്ദേഹം ആലപ്പുഴയാണ് എത്തുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് നേരത്തെ തൊട്ടുള്ള ഒരു പ്രത്യേകത, അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായും നല്ല ബന്ധം, അപ്പോൾ രാഷ്ട്രീയ എതിരാളികളുമായിട്ടായി പോലും ആ ഒരു നല്ല ബന്ധം, വ്യക്തിബന്ധം കൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ അനുകൂലമാക്കാം, അതിനെങ്ങനെ തനിക്ക് ജയിക്കാൻ കഴിയുമെന്നൊക്കെ നന്നായി അറിയാവുന്ന കേരളത്തിലൊരു നേതാവാണ്. കോൺഗ്രസ് ക്യാമ്പുകളിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാലേ ഇനി ഇവിടുന്ന് ഒരാളെ വിട്ടില്ലേ അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. KC വേണുഗോപാലെ പോലെ ഒരാൾ പരാജയപ്പെട്ടാൽ അത് ആലപ്പുഴയിൽ ഒരു കേവലം കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണ്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിൽ നിന്ന് മറ്റാരും ഇപ്പോൾ ശശി തരൂരിന് വേറെ തരത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിൽ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ, ഇന്ത്യയിൽ തന്നെ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ KC വേണുഗോപാലാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖം രാഹുൽ ഗാന്ധിയും പലപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും നിർണായക ഘടകമാകുന്നത് KC വേണുഗോപാലാണ് നമുക്കറിയാം. ആ KC വേണുഗോപാലാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റിംഗ് MP ആരിഫ് ഏറ്റുമുട്ടുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. AM ആരിഫ് നിസ്സാരക്കാരനല്ല, അരൂരിൽ തുടർച്ചയായി ജയിച്ചിരുന്ന ആളാണ്. അതിനുശേഷം ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോൾ പോലും വലിയ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. ഷാനിമോൾ ഉസ്മാനെ പോലെ ഇവിടെ ചിരപരിചിതയായ ഒരാളെ പരാജയപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടെ നമുക്ക് ആരിഫ് തന്നെ